ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ വിരുന്നിൻ്റെ അന്ന് രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഇന്നലെ സെറ്റാക്കി വെച്ച ഫുഡിങ്ങിനൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഫ്രഷ് ക്രീം ഒക്കെ ഇന്നലെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വരട്ടെ. അപ്പോൾ കംപ്ലീറ്റ് 2 ട്രേയും കംപ്ലീറ്റ് ഡെക്കറേഷൻ ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചൊരു ക്യാമറിൻ്റെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, ഒന്ന് സഹകരിക്കുക കേട്ടോ എല്ലാവരും ഒന്ന്. അപ്പോൾ 2 ട്രേയും കംപ്ലീറ്റും റെഡിയാക്കി വെച്ചു. അതിന് ശേഷം ഫ്രൈഡ് റൈസ് വെക്കാനുള്ള അരിയാണ് ഞാൻ ആദ്യം തിളപ്പിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഉപ്പും ഏതെങ്കിലും ഒരു ഓയിൽ, സൺഫ്ലവർ ഓയിലൊന്നും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഓയിലും സുർക്കിയും ചേർത്തുകാണ്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് തിളപ്പിച്ച് ഊറ്റി കഴിഞ്ഞാൽ നല്ലോണം ചൂടാറാൻ വെക്കുള്ളൂ. അത് നല്ലോണം ചൂടാറി വരണം. അപ്പോൾ അതേപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിക്കാൻ ഞാൻ അടുത്തത് ഇതേപോലെ തന്നെയാണ് ബിരിയാണിക്കുള്ള അരിയും തിളപ്പിച്ച് ഊറ്റിയത്. അപ്പോൾ രണ്ടും ഒരേ സെയിം ആയതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അരികളൊക്കെ അരിക്കൊന്ന് എടുത്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലുള്ള കോഴി ആണത്, ബോയിലറല്ല, ലഗോൺ എന്ന് പറയും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 കുക്കറിലാക്കിയിട്ടാണ്, 5 കിലോ ഇറച്ചിയുണ്ട്. അപ്പോൾ 2 കുക്കറിലാക്കിയിട്ട് മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടുകാണ്ട് വിസിലടുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ്. ഇപ്പോൾ ഇത് ചോറാട്ടാ, ബിരിയാണീൻ്റെ അരിയാണ് തിളപ്പിച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ ഊറ്റി കഴിഞ്ഞു. ഇനി ഫ്രൈഡ് റൈസിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഉപ്പും മുളകും കുറച്ച് കോൺഫ്ലവറും എല്ലാം കൂടി ചേർത്ത് കാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ച് കോരും വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞങ്ങൾ 2-3 ആൾക്കാരും കൂടി കൂടിയിട്ടാണ് ഇത് ചെയ്യണത്. ഇന്നിപ്പോൾ ഉമ്മാക്ക് അങ്ങനത്തെ പണികളൊന്നുമില്ല. അപ്പോൾ ആൾക്കാരെ ഫോട്ടോകളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു പുതിയൊരു അടുപ്പ് വാങ്ങിയിരുന്നു. ആ അടുപ്പ് ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ വെച്ച് കോഴി പൊരിക്കണത്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇത് വലിയൊരു ചെമ്പട്ടി ഫ്രൈഡ് റൈസ് ഫ്രൈപ്പാൻ ആയതുകൊണ്ട് തന്നെ 2 കിലോ കോഴി ഒറ്റയടിക്ക് നമുക്ക് പൊരിച്ചെടുത്താൽ മതി. 2 കിലോനല്ല, 2.5 കിലോ കോഴി വെച്ച്. അപ്പോൾ 5 കിലോ കോഴി വെച്ചത് ഞാൻ 2 ട്രിപ്പ് കൊണ്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കോഴിയൊക്കെ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴിൻ്റെ കളർ കുറച്ച് കടുത്ത കളറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തത്. അപ്പോൾ കളർ വേണം വിരുന്നല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കളർ ചേർത്തതാണ് കേട്ടോ. കുറച്ച് ചേർത്തപ്പോൾ തന്നെ നല്ല ഇതിൻ്റെ കളറായിട്ടുണ്ട്. അപ്പോൾ ഒരു അടുപ്പത്ത് ഇതേമാതിരി സൺഫ്ലവർ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മസാലക്കൂട്ട് റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ്. ഫ്രൈഡ് റൈസിക്കുള്ള ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ റെഡിയാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് ഞാൻ ബിരിയാണിൻ്റെ ഫ്രൈഡ് ചിക്കനൊക്കെ പൊരിച്ച് കോരിൻ്റെ ശേഷം ആ എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണ മുക്കിയതിൻ്റെ ശേഷം അതിൽ തന്നെ നമ്മളെ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാണി ഫ്രൈഡ് റൈസൊക്കെയുള്ള ക്യാരറ്റും ഒക്കെ വേവിച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് റെഡിയായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി, അപ്പോൾ ഇത് കുറച്ചധികം ഒന്നുണ്ട് തിക്കായി വരണം. അത് കുറച്ച് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ലൂസായിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ഒന്നുണ്ട് ഉള്ളി കുറച്ച് ഇതായി വരണം. പിന്നെ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ തക്കാളി അടിയിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ ഉള്ളിയിട്ട് കൊടുക്കുക ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ആയാൽ തക്കാളി ഉള്ളിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കാളി വേവാൻ കുറച്ച് പ്രയാസക്കാരം. അപ്പോൾ ഇതൊന്ന് നിരത്തി കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് അതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. കോയിൽ ഉപ്പിട്ടതാണ്, അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിൽ ഉപ്പിട്ട് കൊടുക്കാൻ. പിന്നെ കുറച്ച് മല്ലിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. കരിവേപ്പിൻ്റെ ഇല ഞങ്ങൾ കഴിക്കലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അപ്പോൾ കരിവേപ്പിൻ്റെ ഇല ചെയ്യുന്നു. പിന്നെ പുതിനൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് റെഡിയായി വരണം. അപ്പോഴൊക്കെ നമ്മൾ ആ തക്കാളിയൊക്കെ കുറേശ്ശെ റെഡിയായി വരുന്നുണ്ട്. ഏതായാലും ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പിട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആവും കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തിട്ടില്ല. ഇളക്കി കൊടുക്കാതെ നിന്നാൽ നമ്മൾ തക്കാളി അടിയിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടാണ് ഇളക്കാതെ അങ്ങനെ തന്നെ മൂടി വെച്ച് കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല വലിയ അടുപ്പാണ്, പെട്ടെന്ന് നല്ലോണം കത്തും ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിന്ന് തന്നെ ജോലി ചെയ്തുകൊണ്ടുള്ള പ്രയാസം വെച്ചാൽ നമുക്ക് കുമ്പിട്ട് നിൽക്കാണ്ട് ഈ ജോലി ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിലേക്ക് ഞാൻ അര ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/4 ലിറ്റർ, 1.25 ഗ്ലാസ്, 1/2 ലിറ്റർ ഞാൻ പകുതി എടുത്തിട്ടുണ്ട്. ഞാൻ പകുതി തൈരും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ഉള്ളി ഇതൊക്കെ അപ്പോൾ ഇതിലൊക്കെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ കുക്കറിൽ 2 കുക്കറിലും കൂടി വെച്ച കോഴിയാണത്. അപ്പോൾ ഞാനത് നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് ഈ മസാലയിലും കിടന്നുകാണ്ട് ഒന്നുണ്ട്
ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ആ കുടുക്കിക്ക് തന്നെ ഒഴിച്ച് കൊടുക്കൂട്ടാ. കാരണം വെച്ചാൽ അതിലാണ് ഞാൻ ദമ്മിടാൻ പോണത്. അതൊരു ചെമ്പാണ്, ചെമ്പിൻ്റെ മോഡലിലെ അലുമിനിയത്തിൻ്റെ നല്ല തിക്കുള്ളൊരു പാത്രമാണ്. അത് കാക്ക അൽബയിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. പിന്നെ ഇതിലേക്ക് കൈതോല എന്ന് പറയും, അത് കഷ്ണം മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കരിവേപ്പിൻ്റെ ഇല കിട്ടിയപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കരിവേപ്പിൻ്റെ ഇല നമ്മൾ ആദ്യം നമ്മൾ കയ്യിലിരുന്നപ്പോൾ പുറത്ത് പോയി കണ്ട് വേഗം എടുത്ത് കൊടുക്കുന്നതാണ്. ഇനി ഞാൻ ആ കുടുക്കിക്ക് കംപ്ലീറ്റും മാറ്റി കൊടുക്കുകയാണ്. അതിലാണ് എനിക്ക് ദമ്മിടാനുള്ളത്. ഇതാണ് കേട്ടോ നമ്മളെ അടുപ്പ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കണ്ടത്. അത് വലിയ തീയാക്കി വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചോറൊക്കെ നല്ലോണം തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റാക്കിയാണ്ട് ഇട്ട് കൊടുക്കണം. ഇത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, അത് പച്ച ക്യാരറ്റാണ്. പിന്നെ മല്ലിൻ്റെ ഇല, ചെറുനാരങ്ങൻ്റെ നീര്, പൊരിച്ച് കോരിയ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയും പൊരിച്ച് കോരിയതുണ്ട്. അപ്പോൾ അതൊന്നായി, അതേമാതിരി ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ നമ്മൾ പല വട്ടാക്കി ഇടാൻ നിൽക്കണ്ടല്ലോ, ഇങ്ങനെ ആകുമ്പോൾ ഒരൊറ്റ ട്രിപ്പിൽ ഇടൽ കഴിയും. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മളെ ദമ്മിൽ കിടന്നുകാണ്ട് തന്നെ നമ്മളെ ഈ ക്യാരറ്റ് ഉണ്ടല്ലോ അത് നന്നായിട്ട് വേവും ചെയ്യും. പിന്നെ ഞാനിതിൻ്റെ അടിയിലൊന്നും നെയ്യിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നന്ന മേലെ അത്യാവശ്യം നെയ്യിട്ട് കൊടുത്താൽ ചൂടാവുമ്പോൾ ഒന്നായിട്ട് ഇറങ്ങിക്കോളൂ വിചാരിച്ച് ഇടയിൽ നെയ്യിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അത്യാവശ്യം നെയ്യിട്ട് കൊടുക്കുന്നത്. 5 കിലോ ഇറച്ചി 5 കിലോ ഇറച്ചി 4 കിലോ അരിയാണ്. അപ്പോൾ ഇത് ചെറിയ തീയിലൊന്ന് കിടക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫ്രൈഡ് റൈസ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കാരാമ്പട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പച്ചക്കറിയൊക്കെ അതിന് മുന്നേ റെഡിയാക്കി എടുത്താണ്. അപ്പോൾ അത് ഞാൻ 3 സെക്ഷനാക്കിയിട്ട് മാറ്റിയിട്ട് ഓരോ സെക്ഷനായിട്ട് ഇട്ട് കൊടുക്കട്ടോ. അതിലേക്ക് കുറച്ച് സോസും കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് അതിലേക്ക് അതേമാതിരി ചോറും ഞാൻ 3 സെക്ഷനാക്കി വെച്ചിട്ടാണ്. ഓരോ കിലോ വെച്ച് 3 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കിലോ വെച്ചിട്ട് ഇതേമാതിരി വറുത്തെടുക്കുകയാണ് ചെയ്തത്. നന്നായിട്ടൊന്ന് വറുത്ത് വരണം. അതിപ്പോൾ എല്ലാവർക്കും അറിയാലോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. അപ്പോൾ കംപ്ലീറ്റും ചോറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് അപ്പോഴത്തിന് വിളമ്പൽ തുടങ്ങി വെച്ചാൽ ധൃതിയിൽ പോകാനുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റും സാധനത്തിൻ്റെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ വിളമ്പൽ തുടങ്ങിയിട്ടോ. അപ്പോൾ ബിരിയാണി, ഫ്രൈഡ് റൈസ്, അതേമാതിരി കോഴി പൊരിച്ചത്, ബീട്രൂട്ട് സമ്മന്തി, തേങ്ങാ സമ്മന്തി, മീൻ പൊരിച്ചത്, മയോണീസ്, തക്കാളി സോസ്, മുന്തിരിങ്ങ അച്ചാർ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഓരോന്നും കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ടേബിൾ മേൽ കൊണ്ടുവച്ചാൽ കേട്ടോ ചിക്കൻ പൊരിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ തലേന്ന് റെഡിയാക്കി വെച്ചല്ലോ, ഇതൊക്കെ നമ്മൾ തലേന്ന് റെഡിയാക്കി വെച്ച സാധനങ്ങളാണ്. സമ്മന്തി ഇന്ന് അരച്ചതാണെന്നല്ലേ ഉള്ളൂ. സമ്മന്തി ഇതൊക്കെ റെഡിയാക്കി ഇതാണ്. കോഴി പൊരിച്ചത് അവർക്ക് കൊണ്ടേ കൊടുത്തു. ഇനി നമുക്കൊരു ട്രിപ്പ് അവിടെ പൊരിച്ചു കൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ അതാണ് പുഡിങ്ങും കാര്യങ്ങളും. പുഡിങ്ങിൻ്റെ കാര്യങ്ങളും ഇതേമാതിരി രാവിലെ റെഡിയാക്കി എടുത്തതാണ് ഗ്ലാസ് പുഡിങ്ങിന്. അപ്പോൾ എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.